ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഏത് പൗരനും അവന്റെ മക്കൾക്കും അവന് യോഗ്യതയുണ്ടെങ്കിൽ ഏത് പദവിയും സ്വീകരിക്കാൻ ഈ രാജ്യത്ത് നിയമപരമായ അവകാശമുണ്ട്. അതുകൊണ്ട് ഉദ്യോഗ പ്രാതിനിധ്യം എന്നുള്ളത് ഇനി മുതൽ നമ്മുടെ വ്യക്തിപരമായ ഒരു അജണ്ട പോലെ നമ്മൾ കൊണ്ടു നടക്കണം. വ്യക്തിപരമായ ഒരു അജണ്ട പോലെ കൊണ്ടു നടക്കണം. നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ രക്ഷിതാക്കൾ, മഹല്ല് ഭാരവാഹികൾ, സംഘടനാ പ്രവർത്തകർ ആരായിക്കൊള്ളട്ടെ, നമ്മളൊക്കെ നമ്മുടെ മക്കള്, നമ്മുടെ അനുജന്മാർ, നമ്മുടെ സഹോദരന്മാർ ജീവിക്കാൻ ഒരു ജോലി വേണം, വരുമാനത്തിന് മാർഗം കണ്ടെത്തണം എന്ന കൺസെപ്റ്റ് മാറ്റിവെച്ചുകൊണ്ട് ഒരു വീട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറണം. ഒരു വീട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രചാരണവും പ്രവർത്തനവും ഇന്ന് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ 2, 3, 5, 10 വർഷം കൊണ്ടേ അതൊരു പക്ഷേ സാധിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നതിന്റെ ഗുണഫലങ്ങൾ ഈ തലമുറയുടെ ഭാഗമായ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയെങ്കിലും സുരക്ഷിതമായി അഭിമാനബോധത്തോടു കൂടി ജീവിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഉദ്യോഗ പ്രാതിനിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വ്യക്തിപരമായ അജണ്ട പോലെ എൻ്റെ വീട്ടിൽ നടപ്പാക്കേണ്ട കാര്യം, എൻ്റെ സുഹൃത്തിനോട് പറയേണ്ട കാര്യം, എൻ്റെ അയൽവാസിയോട് പറയേണ്ട കാര്യം, എൻ്റെ കുടുംബാംഗങ്ങൾക്കിടയിൽ പറയേണ്ട കാര്യം എന്ന രീതിയിൽ നമ്മൾ അത് ഏറ്റെടുക്കാൻ സന്നദ്ധമാകണം. ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകുമ്പോൾ രാജ്യം ഇന്ന് അനുഭവിക്കുന്ന, സമുദായം ഇന്ന് അനുഭവിക്കുന്ന, ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ഈ രാജ്യത്ത് നരേന്ദ്രമോദിയേക്കാൾ ഭീകരരായിരുന്നു പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ. നരേന്ദ്രമോദിയേക്കാൾ അക്രമോത്സുകമായ പ്രവർത്തനം നടത്തിയവരായിരുന്നു. നരേന്ദ്രമോദിയേക്കാൾ ആളുകളെ വെടിവെച്ച് വീഴ്ത്തിയവരായിരുന്നു. നരേന്ദ്രമോദിയേക്കാൾ വൃത്തിഹീനമായ രാഷ്ട്രീയ സമീപനങ്ങൾ സ്വീകരിച്ചവരായിരുന്നു. ഈ രാജ്യത്തെ ഹിന്ദു മുസ്ലിമും ഈ രാജ്യത്തെ മതം നോക്കാതെ, ജാതി നോക്കാതെ രാജ്യത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചപ്പോ ഈ രാജ്യത്തെ സാമ്രാജ്യത്വ ശക്തികളെ ആട്ടി ഓടിക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ അതിനേക്കാൾ വലിയ ശക്തിയൊന്നുമല്ല കേവലം 37% വോട്ട് വാങ്ങിയിട്ട് നമ്മുടെ ഭിന്നിപ്പ് ചൂഷണം ചെയ്തുകൊണ്ട് ഈ അധികാര കസേരയിലിരിക്കുന്ന ഈ ഏകാധിപതി എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ആ ചിന്തയോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഈ സന്ദേശവുമായി കടന്നു വന്ന ഈ മുന്നേറ്റ യാത്രയെ ഇത്രയും ആവേശപൂർവ്വം സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട്